നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി ദീപനാളം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാട്ടിൽ അരിവില വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 43, 45, 48, ഇനി ചില അരിക്ക് 50 രൂപയിലും മുകളിൽ കൊടുക്കണം 1 കിലോ അരി നമുക്ക് ലഭിക്കണമെങ്കിൽ. അപ്പോൾ ഇത്രയധികം ഉയർന്ന വില കൊടുത്ത് അരി വാങ്ങിക്കുക എന്നത് മലയാളികൾക്ക് നേരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അരിവില നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ആഴ്ചയിൽ 15 കിലോ അരി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം? ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 15 കിലോ അരി ആഴ്ചയിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന, ഓരോ ആഴ്ചയിലും 15 കിലോ അരി നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു കിടിലൻ ഐഡിയയാണ്. ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ആഴ്ചയിലും 15 കിലോ അരിയാണ് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ദീപനാളം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള സകല കുടുംബങ്ങൾക്കും എങ്ങും പോകണ്ട. നമ്മൾ ആന്ധ്രാക്കാരൻ്റെ ഒക്കെ അരി അവിടെ ഇരിക്കുകയുള്ളൂ. വിഷമല്ലേ? ഇടുക്കി ജില്ലയുടെ നെൽകർഷക പ്രതിനിധി, ഉടുമ്പന്നൂർ പഞ്ചായത്ത് നെല്ലുൽപാദക സംഘത്തിൻ്റെ പ്രസിഡന്റ്, ഉടുമ്പന്നൂർ പഞ്ചായത്ത് കർമ്മസേനയുടെ പ്രസിഡന്റ്. എനിക്കൊരു 4 ഏക്കർ കൃഷിയുണ്ട്. എനിക്കെല്ലാം കംപ്ലീറ്റ് മെക്കനൈസ്ഡ് കൃഷി മാത്രമേ ഉള്ളൂ. അതായത് വിത്ത് ഞാറ് നടിയിൽ തൊട്ട് കള പറിക്കണത് തൊട്ട് കൊയ്യുന്നിടം വരെ മെക്കനൈസ്ഡാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇതൊരു പുതിയ കോൺസെപ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഈ പൊന്മണി വിത്താണ്, വൈറ്റ് റൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചെന്നാൽ, നമുക്ക് ഈ ഉമ്മി മാത്രം കളഞ്ഞാൽ മതി. അപ്പം തവിട് കളയണ്ട, തവിടിൻ്റെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടും. അതാണ് ഈ വൈറ്റ് റൈസിൻ്റെ. ഇത് നമ്മുടെ തൃശ്ശൂർ സൈഡിലോട്ടൊക്കെ ഏറ്റവും സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓരോണ് ഈ പൊന്മണി എന്ന് പറയുന്നത്. ഇത് വൈറ്റ് റൈസും ഉണ്ട്, ഈ തവിടുള്ള സാധനമുണ്ട്. ഇത് നമുക്കൊരു പുതിയ കൺസെപ്റ്റാണ്. അതായത് 10 ചാക്ക്, അതായത് പെല്ലറ്റ് ചാക്ക്, പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ പശു തീറ്റയ്ക്കുള്ള ഇതുണ്ടല്ലോ, 10 ചാക്ക് ഹാഫായിട്ട് മടക്കി കീഴോട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ആദ്യം ഒരു ലെയർ മണ്ണിടുക. രണ്ടാമത്തെ കരിയില പൊടിച്ചത്, ഏതാണ്ട് ഒരു 2 ഇഞ്ച് കനത്തിന് കരിയില പൊടിച്ചത്, ചാണകപ്പൊടി. അപ്പോൾ ഈ 3 കൂട്ടം കരിയില പൊടിച്ചത്, മണ്ണ്, ചാണകപ്പൊടി, മേൽമണ്ണ് എടുക്കണം. അതുപോലെ തന്നെ ഒരു 4 ലെയർ ഇതുപോലെ എടുക്കുക. ഏറ്റവും മുകളിൽ വരുമ്പോൾ ചാണകപ്പൊടിയും ചാരവും, നമ്മൾ കംപ്ലീറ്റ് ജൈവ മാതൃക മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ വിത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, ഒരു തോർത്തിൻ്റെ അകത്ത് നല്ലതായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട്, പറഞ്ഞു തരാം, പറയുവാണ്, ടൈറ്റായിട്ട് കെട്ടിയിട്ട് 18 മണിക്കൂർ വെള്ളത്തിലിടുക. ഉമ്മിക്കനോ അല്ല, അതുപോലെ ഉണക്കാണ് ഇത്. അതായത് ഇത് നോക്കണം എങ്ങനെയാന്ന് ചോദിച്ചെന്നാൽ, നമ്മൾ ഇതുണ്ട്, അല്ല വെള്ളയല്ല, ഗ്ലാസി ടൈപ്പാണ്. ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സൂചിക്ക് കുത്താൻ മാത്രമേ ഈ വൈറ്റ് കളറുള്ളൂ, ബാക്കി മുഴുവൻ ഗ്ലാസിയാണ്. അപ്പോൾ ഈ മുക്കാലും ഈ വൈറ്റ് കളറാണെങ്കിൽ നമുക്കൊരു 12 മണിക്കൂർ മതി. ഇത് തീരെ ചെറുതാകുമ്പോൾ 18 മണിക്കൂറും വേണം. എന്നെങ്കിൽ അത് ഈ കംപ്ലീറ്റ് ഈ ഗ്ലാസ് കളറുമായിട്ട് ഈ വൈറ്റ് കളറാവുള്ളൂ, എന്നെങ്കിലേ പെട്ടെന്നുള്ളൂ. പിന്നെ ഇത് അഥവാ മുളച്ചില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നൈട്രിക് ആസിഡ് 80% ആക്കുക, 80%. അതായത് 80 ലിറ്റർ വെള്ളത്തിൽ 100 ml നൈട്രിക് ആസിഡ് ഇട്ടിട്ട് 4 മണിക്കൂർ നേരം ഇത് കുടിക്കുക. ഏത് മുളയ്ക്കാത്ത വിത്തും മുളയ്ക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് 18 മണിക്കൂർ എടുത്തിട്ട് ഇത് 4 വിത്ത് എടുത്തിട്ട്, ഇതിപ്പോൾ സപ്പോസ് ഇതാണെങ്കിൽ 4 ഇവിടെ ഇട്ടു, 4 ഇവിടെ ഇട്ടു, 4 ഇവിടെ ഇട്ടു, 4 ഇവിടെ ഇട്ടു. അപ്പോൾ ഓരോ അടി അകലം ഇങ്ങനെ വന്നു. ഈ ഓരോ അടിക്ക് ഒരെണ്ണത്തിന് മിനിമം 30 നെല്ലെങ്കിലും ഉണ്ടാവും ഒരെണ്ണം. അപ്പം 3, 4, 12, 120 ചെടികൾ ഇവിടെ ഉണ്ടാവും. അപ്പം 120 ഇങ്ങനെ
അപ്പൊ 12 48 480 500 നെല്ല് ഒരെണ്ണത്തെ വരും. ഈ ഒരെണ്ണത്തേല് അതായത് 200 ഒരു കതിരേല് 250 തൊട്ട് 300 നെൽമണി വരെ ഇതുണ്ടാവും ഈ സാധനം. അപ്പൊ അത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് 3 കിലോ നെല്ല്, അതായത് 3 ഇടങ്ങഴി നെല്ല് ഒരു ചാക്കിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ചാക്ക്. അങ്ങനെ 10 എണ്ണം വയ്ക്കുമ്പോഴത്തേനും എത്രയായി? 3 കിലോയ്ക്ക് അപ്പം 30 കിലോ 3 പറ നെല്ല്. 3 പറ നെല്ല് പുഴുങ്ങി കുത്തി കഴിഞ്ഞാൽ മിനിമം 5 വെച്ച് കഴിയുമ്പോൾ 15 കിലോ നെല്ല്, 15 കിലോ നെല്ല് കിട്ടും. അത് അരിയാക്കി നമുക്ക് കിട്ടും. ഈ സാധനം 10 എണ്ണം നിരത്തി വെച്ചു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഈ 10 എണ്ണം നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയും 10 എണ്ണം ഫിറ്റ് ചെയ്യുക. അങ്ങനെ ഇത് നമ്മൾ 140 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് കൊയ്യുന്നു, മെതിക്കുന്നു, എടുക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ച ഇത് കൊയ്യുന്നു, മെതിക്കുന്നു. അങ്ങനെ 10 എണ്ണം 10 എണ്ണം അല്ലെങ്കിൽ 12 എണ്ണം ആയിക്കോട്ടെ. അത് ഞാൻ പറയണത് ഒരു കൊല്ലത്തിൽ 3 മാസം. ഈ 3 മാസത്തെ കണക്ക് വെച്ചാണ് 365 ദിവസവും ആഴ്ചയിൽ നമുക്ക് 1.5 അതായത് 15 കിലോ അരി വെച്ച് നമുക്ക് ഉണ്ടാക്കണം. ഒരു 15 കിലോ അരി പോരെ ഒരു കുടുംബത്തിന്? 15 കിലോ അരി മതി. 15 കിലോ അരി അത് ഇതിങ്ങനെ വെച്ചു. നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാം സെറ്റ് ചെയ്തു. 10 എണ്ണം വെച്ച് 10 എണ്ണം വെച്ച് കണക്കാക്കുക. 10 ഇങ്ങനെ അത് ഓരോ വെള്ളിയാഴ്ചയും വേണം. അത് ഒരാഴ്ചയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് കൊയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത വെള്ളിയാഴ്ച ഇതാവും. ഇത് കുത്തി നമുക്ക് ഇതുണ്ടാകും. അപ്പം അതിൻ്റെ അകത്ത് റീചാർജ് ചെയ്യണം. ആദ്യത്തെ കഴിഞ്ഞാൽ ഈ ഒരു ചാക്ക് മാറ്റിക്കോ. 10 ചാക്കല്ലേ ഉള്ളൂ. 10 ചാക്ക് നിറച്ചു അടുത്ത് നട്ടു. അതിങ്ങനെ എങ്ങനെയായി കണ്ടിന്യൂസ് ആയിട്ട് അയക്കുമ്പോൾ ഒരു സെന്റ് സ്ഥലത്ത് നിന്ന് ഒരു കുടുംബത്തിന് വേണ്ട അരി കംപ്ലീറ്റ് കിട്ടും. യാതൊരു മഴയും ഇല്ലാത്ത. പിന്നെ ഇത് നിങ്ങൾക്ക് പശുമൂത്രം കിട്ടൂല്ലേ? അത് 1 ലിറ്ററിന് 20 ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഡൈലറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ ആദ്യത്തെ മഴയ്ക്ക് കിട്ടുന്ന വെള്ളം, ഏറ്റവും ആദ്യം പുതുമഴയ്ക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ ശേഖരിക്കാവുന്നിടത്തോളം ശേഖരിച്ച് വയ്ക്കണം. ഈ വെള്ളത്തിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചെന്നാൽ അത് തന്നെ സാറിനറിയാം, നൈട്രജൻ്റെ ഏറ്റവും കണ്ടന്റ് കൂടിയ വെള്ളമാണ് പുതുമഴയ്ക്ക് കിട്ടുന്ന വെള്ളം. ആ വെള്ളം നമ്മളിങ്ങനെ ദിവസം എന്ന് പറഞ്ഞ പോലെ ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ കുഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒഴിക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി വയ്ക്കുമ്പോൾ ഈ സാധനം ഈ ചാക്കിൻ്റെ അകത്ത് കൊള്ളുമോ ഇല്ലോന്ന്. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മുഴുവൻ കാണാം. ഇപ്പം തെങ്ങിൻ്റെ ചോട്ടിൽ ഞാനൊരു 2-3 എണ്ണം വെച്ചിട്ടുണ്ട്. അതെല്ലാം കതിരായി നിൽക്കുക. ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലും ഓരോന്നുണ്ട്. അതെല്ലാം ഇല്ല അത് വെറും നെല്ലിന് കൊടുക്കണത്. ഇതിപ്പോൾ അത് അവിടെ തന്നെ ഈ കരയ്ക്കാണെങ്കിലും ചാഴിയും കടിക്കുകയില്ല, ഇതൊന്നും കഴിക്കുകയില്ല. ഇതിങ്ങനെ പ്രൊട്ടക്ട് എനിക്ക് കിട്ടിയ അവസരങ്ങളിൽ മുഴുവനും ഞാനിത് പറയാറുണ്ട്. ഓണത്തിനൊരു മുറം പച്ചക്കറി. ഞാൻ ചോദിക്കും, ഈ പച്ചക്കറി മാത്രം തിന്ന് നമ്മൾ ജീവിക്കുമോ? ഒരു നേരം നമുക്ക് കഞ്ഞോളം കുടിക്കണ്ടേ? അപ്പം നിങ്ങളെന്ത് അരി ആന്ധ്രാക്കാരനും തമിഴ്നാട്ടുകാരനും UP-കാരനും എല്ലാം അരി നമുക്ക് ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. അവൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അതിന് പകരം നമ്മുടെ വീട്ടിൽ കാശ് കൊടുക്കുക കൂടാണ്ട് നമ്മൾ കുലുക്കുഴിഞ്ഞ് തുപ്പുന്ന വെള്ളം എല്ലാം മതി. വീട്ടിൽ മീൻ കഴുകണ വെള്ളം എന്ത് വേണമെങ്കിലും ഒഴിച്ചോ. ഇപ്പം യാതൊരു കീടനാശിനിയും ഇല്ല. ഇത് 365 ദിവസവും ഒരാഴ്ചയിൽ 15 കിലോ അരി വെച്ച് നമുക്ക് കിട്ടും. സ്ഥലവും വേണ്ട. മട്ടുപ്പാവിലാണെങ്കിൽ സുഖം. ഇതാണെങ്കിൽ ഒരു കീടങ്ങളും അങ്ങോട്ട് അടുക്കില്ല. ഇതിപ്പോൾ മട്ടിലാണെങ്കിൽ മുകളിലൊരു പച്ചനെറ്റും കൊണ്ട് വിളിച്ചേക്കാണെങ്കിൽ ഒരു സാധനവും ചാഴി കിഴി ഒന്നും കയറില്ല. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള സകല കുടുംബങ്ങൾക്കും എങ്ങും പോകണ്ട. നമ്മൾ ആന്ധ്രാക്കാരൻ്റെ ഒക്കെ അരി അവിടെ ഇരിക്കുകയുള്ളൂ. വിഷമല്ലേ? ഇതൊരു വിഷമം വേണ്ട. ഇത് നമ്മൾ